അല്ല, എന്താ? ഈ 8-ാം നമ്പർ നാഗരാജൻ സ്ട്രീറ്റ് എവിടെയാ? നാഗരാജ സ്ട്രീറ്റ് അതാ ഉള്ളത്. നിങ്ങൾ ചോദിച്ച 8-ാം നമ്പർ വീടില്ലേ? ദോ അവിടെ ഒരു കടയുടെ അടുത്ത് വീട് കണ്ടില്ലേ? ശരി, അവിടെ പോയി ചോദിച്ചാ മതി. ശരി. അയ്യോ, ആ ലഞ്ച് ബോക്സ് ഓട്ടോയിലായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആരാ അവിടെ? ദീപിക എന്ന് പറയുന്നത് ഞാൻ തന്നെയാ. നിങ്ങള്? എന്നെ മനസ്സിലായില്ലേ മോക്ക്? ഞാൻ വിജിയുടെ അമ്മയാ, ഭാഗ്യലക്ഷ്മി. ഓ, നിങ്ങളായിരുന്നു അത്. ഇരിക്കെ, വരൂ. ഇരിക്കൂ. സോറി അമ്മേ, കോളേജ് പഠിക്കുമ്പോഴാ ഞാൻ കണ്ടത്. അതാ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വരാഞ്ഞ്. ആളെ മനസ്സിലാവുന്ന പോലും ഇല്ല. അതിനിപ്പ എന്താ, അതൊന്നും സാരമില്ല. അമ്മയ്ക്ക് സുഖാണോ? നന്നായിരിക്കണം മോളെ. മോൾക്ക് എങ്ങനെയുണ്ട്? സുഖാണമ്മേ. അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ചായയോ കാപ്പിയോ എന്തേലും? അതൊന്നും വേണ്ട മോളെ. എന്താ അമ്മേ, എത്ര വർഷം കഴിഞ്ഞിട്ട് കാണുന്നതാ. വീട്ടിലേക്ക് വന്നിട്ട് ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ അമ്മേ? ഇരിക്കും, ഞാൻ കോഫി എടുത്തോണ്ട് വരാം. അതൊക്കെ അവിടെ നിക്കട്ടെ മോളെ. വേറൊരു ദിവസം വന്ന് ഞാൻ ആഹാരമൊക്കെ കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ശരി അമ്മേ. വിജി ഇപ്പൊ എങ്ങനെയുണ്ട്? അവളെ കണ്ടായിരുന്നോ? ഇപ്പൊ എവിടെയുള്ളത്? എന്നോടാരോ തേക്കടിയിലുണ്ടെന്നാ പറഞ്ഞേ. അതിനുശേഷം അവളെ പറ്റി യാതൊരു അറിവുമില്ല അമ്മേ. വിജി ഇപ്പൊ ചെന്നൈയിൽ തന്നെയുള്ള. ഞാനും അവിടെ തന്നെ താമസിക്കുന്നത്. ഓ, അങ്ങനെയാണോ? മോളെ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതാ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരെ വന്നത്. എന്ത് കാര്യം അമ്മ? പറ. വിജയെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം മോളെ. എന്താ അറിയണ്ട അമ്മേ? അവളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ മോക്ക് അറിയാന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കോളേജില് ഒന്നിച്ചു പഠിക്കുന്ന കാലത്ത് വിജി നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ലേ? ആ പയ്യനെ പറ്റി നിനക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയോ? അയാളെ പറ്റി മോളെ, അവനെ പറ്റി എന്ത് കാര്യമാണെങ്കിലും ശരി നീ പറയും മോളെ. ആ ചെറുക്കൻ ആരാ? അവന്റെ പേരെന്താ? അവൻ എവിടത്തുകാരനാ? അവന്റെ കുടുംബം ഏതാ? എന്തെങ്കിലും ഒന്ന് പറ മോളെ. പാവം വിജി സന്തോഷായിട്ട് ജീവിക്കേണ്ട സമയത്ത് ഒരു പെങ്കൊച്ചിനെയും വെച്ച് തുണയില്ലാതെ ജീവിച്ചോണ്ടിരിക്കുക. പിടിവാശിക്കാരിയാ. ഇത്രയും കാലം ആരുടെ സഹായം ഇല്ലാതെ അവളും കൊച്ചും കൂടി തനിച്ച മോളെ ജീവിച്ചോണ്ടിരുന്നെ. അവളുടെ ജീവിതത്തിലെ കഴിഞ്ഞകാല സംഭവങ്ങളെ കുറിച്ചൊന്നും എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും ആ പ്രായത്തിലുള്ളൊരു കുട്ടി ഈ സമൂഹത്തില് എന്തൊക്കെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാവുന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നുണ്ട് മോളെ. ഇത്രയും കാലം അവൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു. ഇനിയെങ്കിലും അവളുടെ ജീവിതത്തില് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുക മോളെ. എല്ലാവരുടെയും മുമ്പില് അവൾ അന്തസ്സായിട്ട് ജീവിക്കുന്നത് നൊന്ത് പ്രസവിച്ച ഈ അമ്മയുടെ ആഗ്രഹം മോളെ. അവള് കണ്ടെത്തി സ്നേഹിച്ച് കല്യാണം കഴിച്ചവനായിട്ട് എന്ത് പ്രശ്നം ഉണ്ടായെന്ന് എനിക്കറിയില്ല. എന്തിനവര് വേർപിരിഞ്ഞെന്നും അറിയില്ല. ഞങ്ങളോട് ആരോടും പറയാതെ ഞങ്ങളുടെ ആഗ്രഹത്തിന് വിപരീതമായി അവൾക്ക് ഇഷ്ടപ്പെട്ടവനെ അവള് കല്യാണം കഴിച്ചു. എന്നാ ആ കല്യാണ ജീവിതം നിലനിന്നില്ല. അവളുടെ ഭർത്താവിനെ കുറിച്ച് ഞാൻ ഒരുപാട് ചോദിച്ചു നോക്കി. അവനാരാ? അവർക്കിടയിലുണ്ടായ പ്രശ്നം എന്താ? അവരെന്തിനാ വേർപിരിഞ്ഞേ? എല്ലാം ഞാൻ ചോദിച്ചു നോക്കി. പക്ഷെ ഒന്നിനും മറുപടി ഉണ്ടായില്ല മോളെ. അതാ ആ പയ്യനെ പറ്റി എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം മോളെ. അവർക്കിടയിലുണ്ടായ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് സംസാരിച്ച് അവരെ രണ്ടുപേരെയും ചേർത്ത് വെക്കണം എനിക്ക്. അതിന് നിന്നെ കാണാൻ വന്നത്. ഇത്രയും കാലം ആ പയ്യനെ പറ്റി ഒന്നും അറിയാതെ എങ്ങനെ അവനെ കണ്ടെത്തുമെന്ന് വിചാരിക്കുമായിരുന്നു. ഇന്ന് യാദൃശ്ചികമായിട്ട് ഞാൻ വിജയുടെ കടയിലേക്കൊന്ന് പോയപ്പോ അവിടെ വെച്ച് യമുനയെ കണ്ടു.
അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് മോളുടെ അഡ്രസ്സ് കിട്ടിയത്. നിനക്ക് വിജിയെ പറ്റി എല്ലാം അറിയാന്നാ പറഞ്ഞ്. അതാ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത്. ആ പയ്യന്റെ പേരെന്താ മോളെ? അവൻ ആരാ? അവന്റെ അഡ്രസ്സെങ്കിലും ഒന്ന് എനിക്ക് തരാവോ മോളെ? അമ്മേ, അവന്റെ പേര് വിക്രം. വിക്രം എന്നോ? എന്നാ എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും അറിയില്ല അമ്മേ. അയ്യോ, എന്താ മോളെ? കോളേജിൽ പഠിക്കുമ്പോ വിജിയും വിക്രമും പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരുന്നവരാ. രണ്ടുപേരും ജീവനത്തുല്യം സ്നേഹിച്ചതാ അമ്മേ. രണ്ടുപേർക്കും ഇടയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ സെറ്റിലായി എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയൂ അമ്മേ.